2020 ശേഷമുള്ള ആദ്യ റേറ്റ് കട്ട് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ന് പല സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും ഇൻഡെക്സ് 27 പോയിന്റ് ഉയർന്ന് 25,383 ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 50-ലെ 26 സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസിംഗ് നൽകിയത്. NTPC 2.6% ഉയർന്നു. JSW സ്റ്റീൽ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ശ്രീരാം ഫിനാൻസ്, L&T, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഏഷ്യർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകൾ 1 മുതൽ 1.7% ഉയർന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.38% ഉയരുകയും സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.16% ഉയരുകയും ചെയ്തു. ഇന്ന് ചില സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെയുള്ളൊരു സെക്ടറാണ് ഷുഗർ സെക്ടർ. ഷുഗർ സെക്ടറിലെ പല സ്റ്റോക്കുകളും 8% ഉയർന്നു. ഷുഗറിൽ നിന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഷുഗർ മിൽസിനും ഡിസ്റ്റിലറീസിനും ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതോറൈസേഷൻ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷുഗർ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇവിടെ ഷുഗർ സിറപ്പിൽ നിന്നും ബി മൊളാസിൽ നിന്നും അതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ നിന്നും ഷുഗർ കെയിൻ ജ്യൂസിൽ നിന്നും ബി മൊളാസസിൽ നിന്നും എഥനോൾ പ്രൊഡക്ഷന് വേണ്ടി മുമ്പ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരുന്നു. ഈ റെസ്ട്രിക്ഷൻ മാറ്റിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷുഗർ സെക്ടറിലെ പല സ്റ്റോക്കുകളും ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 70 രൂപ റേഞ്ചിൽ വന്ന IPO ഇന്ന് 114 രൂപയ്ക്കടുത്ത് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും സ്റ്റോക്ക് 180 രൂപ വരെ ഉയരുകയും ചെയ്തു. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ LIC ഹൗസിംഗ് ഫിനാൻസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, ക്യാൻഫിൻ ഹോംസ് തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും മികച്ച IPO ആയിട്ടാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPOയെ വിലയിരുത്തുന്നത്. ഇന്ന് റൈസ് സെക്ടറിലെ സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. KRBL, LT ഫുഡ്സ്, കോഹിനൂർ ഫുഡ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ 19%-ലേറെ ഉയർന്നു. റൈസിന് മുകളിലുള്ള മിനിമം എക്സ്പോർട്ട് പ്രൈസ് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് റൈസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. KRBL, LT ഫുഡ്സ്, കോഹിനൂർ ഫുഡ്, ചമൻലാൽ സേഠിയ എക്സ്പോർട്ട്, GRM ഓവർസീസ്, മിഷ്ടാൻ ഫുഡ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. രാവിലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിലായിരുന്നു. പ്രത്യേകിച്ചും അദാനി പവറും അദാനി ഗ്രീൻ എനർജിയും. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് ഏകദേശം 6600 മെഗാവാട്ട് ഹൈബ്രിഡ് സോളാർ ആൻഡ് തെർമൽ പവർ നൽകാൻ അദാനി ഗ്രൂപ്പിലെ അദാനി പവറും അദാനി ഗ്രീൻ എനർജിയും എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരുന്നു. ഇവിടെ അദാനി ഗ്രീൻ എനർജി ഗുജറാത്തിൽ നിർമ്മിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പാർക്കിൽ നിന്നാണ് 5 ജിഗാവാട്ട് എനർജി മഹാരാഷ്ട്രയ്ക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ അദാനി പവർ നിർമ്മിച്ച അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്രോജക്റ്റിൽ നിന്നായിരിക്കും 1496 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി തെർമൽ പവറിൽ നൽകുക. ഇതിൻ്റെ ഇമ്പാക്റ്റിൽ അദാനി ഗ്രൂപ്പിലെ സ്റ്റോക്കുകളും ഇന്ന് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. അതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു സ്റ്റോക്ക് ഡിക്സൺ ടെക്നോളജിയാണ്. ഡിക്സൺ ടെക്നോളജി 6.8% ഉയരുകയും പുതിയ 52 വീക്ക് ഹൈ ആയി 14,000 എന്ന ലെവൽ മറികടക്കുകയും ചെയ്തു. 83,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 189, ഡിവിഡൻഡ് ഈൽഡ് 0.036%. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 12%-നടുത്ത് റിട്ടേൺ നൽകി. ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് 14,000 എന്ന ലെവലിനെ ഇന്ന് മറികടക്കുകയും ചെയ്തു. ഇവിടെ ഡിക്സൺ ടെക്നോളജി ഉടൻ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചേക്കാം എന്നുള്ളൊരു അഭ്യൂഹം വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻ്റം വന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നമൂറ ഡിക്സൺ ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗും 15,567 രൂപയുടെ ടാർഗറ്റ് നൽകിയിരുന്നു. ഇനി ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ഒരു വർഷം കൊണ്ട് 180%-നടുത്ത് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കൂടാതെ 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി B2C സെഗ്മെൻറ്റിൽ 30%-ഓളം എക്സ്പാൻഷൻ കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് ഓവർ സോൾഡോ ഓവർ ബോട്ടോ കാറ്റഗറിയിലല്ല. 32 അനലിസ്റ്റുകളിൽ 16 അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 10 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും 6 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. വിവിധ ബ്രോക്കേജ് ഏജൻസികൾ നൽകിയ റേറ്റിംഗ് പരിശോധിച്ചാൽ ഗോൾഡ്മാൻ സയൻസ് ലോവസ്റ്റ് ടാർഗറ്റായി നൽകിയിരിക്കുന്നത് 6,740 ആണ്. ഓൾ ടൈം ഹൈക്കടുത്ത് ട്രേഡ് ചെയ്യുന്ന ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ റീസെൻ്റ്ലി കറക്ഷൻ വന്നപ്പോൾ സ്റ്റോക്കിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്